ആദ്യ നോമ്പിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ ബുധനാഴ്ച ദിവസം കൃത്യമായി നിർവഹിക്കുകയും ദേവാലയ മധ്യത്തിൽ ഗോകുൽത്ത നാട്ടുകയും ചെയ്ത പ്രത്യേക ശുശ്രൂഷ നാം പങ്കെടുക്കുകയുണ്ടായി. അതുമുതൽ ദേവാലയത്തിലേക്ക് വരുന്നവരെല്ലാവരും പള്ളിയിലേക്ക് വരുമ്പോഴും ദേവാലയം വിട്ടു പോകുമ്പോഴും ഗോകുൽത്താമുത്തി അനുഗ്രഹം പ്രാപിച്ച് മടങ്ങുന്ന പാരമ്പര്യമാണല്ലോ നമുക്കുള്ളത്. നോമ്പിൻ്റെ ദിവസങ്ങളിലെ വേദവായന ഭാഗങ്ങൾ നമുക്ക് പരിചിതമാണ്. യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ നിർവഹിച്ച അത്ഭുത പ്രവർത്തനങ്ങൾ, അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില അത്ഭുത പ്രവർത്തനങ്ങളാണ് വേദവായന ഭാഗങ്ങളായിട്ട് ഓരോ ഞായറാഴ്ചയും ക്രമീകരിച്ചിരിക്കുന്നത്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കൊത്തനയിലെ അനുഭവത്തോടുകൂടി നോമ്പ് ആരംഭിക്കുന്നു. മറ്റോരോ ആഴ്ചകളിലും കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ സംഭവവും പ്രവാദക്കാരന് സൗഖ്യം നൽകിയ സംഭവവും ജ്ഞാനായക്കാരുടെ മകളിൽ നിന്നും ഭൂതബാധ ഒഴിവാക്കിയ സംഭവവും ഇന്ന് അഞ്ചാമത്തെ ഞായറാഴ്ച പ്രത്യേകമായിട്ട് ഓർക്കുന്നത് കൂനിയായ സ്ത്രീക്ക് സൗഖ്യം നൽകുന്ന സംഭവമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ലൂക്കോസ് ശ്ലീഹ ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ സൗഖ്യദായക ശുശ്രൂഷ നടന്നത് ശാബത്ത് ദിവസമാണ്, യഹൂദന്മാരുടെ ആരാധനാ ദിവസമാണ്. സംഘാരത്തിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അത്ഭുതം നടക്കുന്നത്. 18 സംവത്സരമായിട്ട് രോഗാത്മാവ് ബാധിച്ച, ഒട്ടും നിവർന്നു നിൽക്കുവാൻ കഴിയാതെ കൂനിയായിരുന്ന ഒരു സ്ത്രീ എന്നാണ് ആളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് ശ്ലീഹായെ പറ്റി പറയുന്നതിനൊക്കറിയാം, ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു, അക്കാലത്തെ ഒരു ഡോക്ടറായിരുന്നു. അതുകൊണ്ട് രോഗവിവരണങ്ങളൊക്കെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ കുഷ്ഠരോഗിയെപ്പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട് നിറയെ കുഷ്ഠം ബാധിച്ച മനുഷ്യൻ. ഇവിടെ കൂനിയായ സ്ത്രീയെ പറ്റി പറയുന്നത് ഒട്ടും നിവർന്നു നിൽക്കാൻ സാധിക്കാതെ കൂനിയായിരുന്ന സ്ത്രീ. അവൾക്ക് സൗഖ്യം ലഭിച്ച സംഭവമാണ് പറയുന്നത്. 1-2 ചെറിയ ആശയങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്, യേശു തമ്പുരാൻ ആ ദിവസം സംഘാരത്തിൽ വരുമെന്ന് മുൻകൂട്ടിയുള്ള അറിവ് ലഭിച്ചതുകൊണ്ടായിരിക്കുമോ ഒരുപക്ഷെ എനിക്കും സൗഖ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ കൂനിയായ സ്ത്രീയെ അന്ന് ആ ദിവസം സംഘാരത്തിൽ വന്നു ചേരുവാൻ ഇടയായത് അല്ല എന്നാണ് എൻ്റെ വിചാരം. അതിലുപരി തൻ്റെ രോഗാവസ്ഥയുടെ മധ്യത്തിലും ക്ഷീണാവസ്ഥയുടെ മധ്യത്തിലും പ്രതിസന്ധികളുടെ മധ്യത്തിലും ആരാധനയിൽ പങ്കെടുക്കുന്ന തൻ്റെ പതിവ് അത് അന്നും അവൾ നിർവഹിച്ചു. അങ്ങനെ പതിവ് പോലെ 18 സംവത്സരമായിട്ടും രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ സാധിക്കാതെ വന്നിട്ടും ആരാധനാ ദിവസം ആരാധനയിൽ പങ്കെടുത്തിരുന്ന ഒരാളിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഈ കൂനിയായ സ്ത്രീയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു തമ്പുരാൻ അന്ന് അവൾ സന്നിഹിതയായിരുന്ന, അഥവാ അവൾ ആരാധന പങ്കെടുത്തിരുന്ന ആ സംഘാലയത്തിൽ യേശു തമ്പുരാൻ വന്നു ചേർന്നു എന്നുള്ളതും ഒരുപക്ഷെ യാദൃച്ഛികമാകാം. മാത്രമല്ല, ഈ അത്ഭുത പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വിവരണങ്ങളിലും വിശദാംശങ്ങളിലുമൊക്കെ വ്യത്യസ്തതകളുണ്ട്. കുഷ്ഠരോഗിയായ മനുഷ്യൻ പറയുന്നുണ്ട്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കനിവുണ്ടാകണമേ. അവൻ്റെ ഭാഗത്തു നിന്നും
ഒരു ആഗ്രഹവും അപേക്ഷയും ഉയർന്നു വരുന്നുണ്ട്. തളർവാദക്കാരനായ മനുഷ്യൻ അവനെ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുന്നതിന് അവൻ്റെ സ്നേഹിതരായ 4 പേരുടെ സഹായം അവന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ കൂനിയായ സ്ത്രീ അവിടെ എനിക്ക് സൗഖ്യം ലഭിക്കണമെന്ന് അപേക്ഷിച്ചതായിട്ടൊന്നും വേദഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അവളുടെ രോഗാവസ്ഥയും അവളുടെ ആവശ്യവും തിരിച്ചറിയുന്ന കർത്താവ് യേശു അവളെ കണ്ടിട്ട് വിളിച്ച്, സ്ത്രീയെ, നീ നിന്റെ രോഗത്തിൽ നിന്നും വിമുക്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല അവളുടെ മേൽ കൈവച്ചു. ഉടനെ അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ഇതാണ് ആ സംഭവത്തിൻ്റെ സംഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യങ്ങൾ അറിഞ്ഞ് യേശുതമ്പുരാൻ നേരിട്ട് ഇടപെടുന്ന ഒരു സന്ദർഭം, ഒരുപക്ഷെ അവളുടെ പ്രത്യേകമായ അപേക്ഷയോ മറ്റാരുടെയെങ്കിലും ശുപാർശയോ ഒന്നും കൂടാതെ തന്നെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന യേശുവിൻ്റെ ചിത്രം ഇവിടെ നമുക്ക് ലഭിക്കുന്നു. ഈ നോമ്പിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലേക്കുള്ള നമ്മുടെ അടുത്തുവരവിൻ്റെ കാലഘട്ടമാണ്. ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകുന്ന ജീവിതങ്ങൾ, ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ജീവിതാനുഭവങ്ങൾ, അവർക്ക് ഒരു മനംതിരിവിൻ്റെ, വേർതിരിവിൻ്റെ, മടങ്ങി വരവിൻ്റെ ദിവസങ്ങളാണിത്. അതിനൊരു പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം, ആഗ്രഹം, അനുതാപം, പശ്ചാത്താപം ഇതെല്ലാം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതേ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കുകയും ചെയ്യണം. ദൈവസന്നിധിയിലേക്ക് ആരാധന അടുത്തു വന്ന ആ സ്ത്രീക്ക് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ അനുഭവം, സൗഖ്യദായ സ്വഭാവം അത് നമുക്ക് ലഭിക്കാനിടയാകണം. നമ്മുടെ ആരാധനകളെന്ന് പറയുന്നത്, സൗഖ്യം ലഭിക്കുക എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ രോഗങ്ങളുടെ സൗഖ്യം മാത്രമല്ല, ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. മാനസികമായ വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഈ വിധത്തിൽ ശാരീരികവും മാനസികമായ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവർക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നതിനുള്ള ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ചും ഈ നോമ്പിൻ്റെ കാലഘട്ടത്തെ നമുക്ക് അപ്രകാരം അനുഭവപ്പെടുത്താൻ ഇടയാകട്ടെ. ദൈവസന്നിധി നാം അടുത്ത് വരുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. അവൻ നമ്മെയും കാണും. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ തിരിച്ചറിയാൻ കർത്താവ് നമുക്ക് തൻ്റെ കരങ്ങൾ നീട്ടി സ്പർശിച്ച് അവൻ്റെ വാക്കുകൾ കൊണ്ട് നമുക്ക് സൗഖ്യം ലഭിക്കുന്ന ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് കൂടെ ഇരുന്ന് സത്യത്തിൽ നീതിയിൽ നമ്മളെ വഴി നടത്തി സൗഖ്യത്തിൻ്റെയും സമ്പൂർണ്ണതയുടെയും അനുഭവത്തിൽ വളരുന്നതിന് പ്രത്യേകമായിട്ട് നോമ്പിൻ്റെ കാലഘട്ടം എന്നെ നിങ്ങളും പ്രാപ്തരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.